ഹായ് ഫ്രണ്ട്സ്, ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഒരു 4 പതിറ്റാണ്ട് കാലമായിട്ട് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് സുപ്രീം ബേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവർക്ക് തന്നെ പല തരത്തിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൽ ഓറിയന്റൽ സ്പൈസ് എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം വെറൈറ്റി ഡിഷസ് ആണ്. തായ്, മലേഷ്യൻ, ചൈനീസ് അങ്ങനെയുള്ള ഡിഷസ് ആണ് അവിടെ കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വന്നാലോ. ആയിരത്തി 1984 ശരിക്കും സുപ്രീം ബേക്കേഴ്സ് ആദ്യമായിട്ട് കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുസ്ലിയാർ ഗ്രൂപ്പിന്റെ കീഴിൽ ചിന്നക്കടയിലാണ് അവരുടെ ആദ്യത്തെ ബേക്കേഴ്സ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നീട് അവർ ട്രിവാൻഡ്രത്തും എറണാകുളത്തും അതുപോലെ ട്രിവാൻഡ്രത്ത് പല സ്ഥലങ്ങളിലുമായിട്ട് ഇവർ പല ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് ഓൾ സ്പൈസ്, ഓറിയന്റൽ സ്പൈസ്, അതുപോലെ അപ്പർ ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പല ഹോട്ടൽസും അങ്ങനെ ഒരു ശൃംഖല തന്നെ ഇവർക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ട്രിവാൻഡ്രത്ത് കൊറോങ്കോണത്തുള്ള ഓറിയന്റൽ സ്പൈസിലാണ്. ഒരു വൈഡ് സ്പ്രെഡ് മെനു തന്നെയാണ് ഇവർക്ക് ശരിക്കും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തായ് ഡിഷസ്, അതുപോലെ സിംഗപ്പൂർ, മലേഷ്യൻ കുസീൻസ് ആണ്. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഓറിയന്റൽ സ്പൈസ് തന്നെ ട്രൈ ഔട്ട് ചെയ്യണം. ഞങ്ങൾ അങ്ങനെ കുറേ ഡിഷസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യം വന്നേക്കുന്ന ഐറ്റം ഈ കാണുന്ന കൊറിയൻ സ്റ്റൈൽ ബാർബിക്യൂ ചിക്കൻ വിങ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സോസിലും അതുപോലെ സെസ്മി സീഡ്സിലൊക്കെ ഇങ്ങനെ അത് കംപ്ലീറ്റ് ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. നല്ല രീതിയിൽ ഇത് സോസിലൊക്കെ കവേർഡായിട്ട് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. ശരിക്കും ഇതൊരു ക്ലാസിക് ഐറ്റമാണ്. ഇതിനകത്ത് ഹണിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്വീറ്റാണ്, എന്നാൽ പെപ്പറിൻ്റെ ആ ഒരു സ്പൈസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ടോട്ടലായിട്ട് നല്ല ഒരു ജ്യൂസി ഐറ്റം ആണ്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ഇവരുടെ ഈ ഒരു കൊറിയൻ സ്റ്റൈൽ ബാർബിക്യൂ ചിക്കൻ വിങ്സ് സൂപ്പർബ് ഐറ്റം. ചിക്കൻ വിങ്സ് കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ അടുത്ത ഐറ്റം എത്തിക്കഴിഞ്ഞു. ഇതൊരു ക്രിസ്പി ഫ്രൈഡ് വെജിറ്റബിൾ ഡിഷാണ്. സിഷ്വാൻ സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നേക്കുവാണ്. ഇതും നല്ല രീതിയിൽ തന്നെയാണ് ഇവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് പല ടൈപ്പ് വെജിറ്റബിൾസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ആ പേര് പോലെ തന്നെയാണ് കേട്ടോ, നല്ല ക്രിസ്പിയാണ്. എന്തെല്ലാം വെജിറ്റബിൾസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇതിനകത്ത് നിന്ന് മഷ്റൂം കിട്ടിയായിരുന്നു, അതുപോലെ ക്യാപ്സിക്കം, പൊട്ടറ്റോ, ബേബി കോൺ, അങ്ങനെ കുറേ വെജിറ്റബിൾസ് ഇതിനകത്ത് കിടപ്പുണ്ട്. ചില ഐറ്റംസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒട്ടും സ്പൈസി അല്ല. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ കംഫർട്ടബിളായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്റ്റാർട്ടർ ഡിഷ് തന്നെയാണിത്. മലേഷ്യൻ സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണിത്. നമ്മൾ നോർമലി കാണുന്ന പോലെയുള്ള ആ ഒരു ടെക്സ്ചർ അല്ല, കുറച്ച് ഡാർക്കിഷ് ആ ഒരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. അതുപോലെ ഇതൊരു ഡൈസ്ഡ് ചിക്കൻ പെപ്പർ സോസിനകത്തൊക്കെ ഇട്ട് ചെയ്ത് കൊണ്ട് തന്നേക്കുന്നതാണ്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഇനി ഞങ്ങൾ ഒരു ഐറ്റവും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ബീഫാണ്. ഇത് ആക്ച്വലി ഗാർലിക് ഷ്രെഡഡ് ബീഫാണ്, ഗോൾഡൻ ഗാർലിക് ഷ്രെഡഡ് ബീഫ്. ഓവർ സ്പൈസി അല്ല, പക്ഷേ എന്നാലും അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഡിഷസ് ആണ്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് ഇനി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മലേഷ്യൻ ഫ്രൈഡ് റൈസിൻ്റെ ശരിക്കുമുള്ള പേര് വണ്ടി ഫ്രൈഡ് റൈസ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ കണ്ടില്ലേ. പിന്നെ ചിക്കൻ നല്ല ആ ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയിലാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഷ്രെഡഡ് ബീഫും അതുപോലെ എന്തോ ഒരു സോസൊക്കെ അതിനകത്ത് ആഡ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട് കണ്ടു കഴിഞ്ഞിട്ട്. നമുക്കിനി അത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. നമുക്കൊക്കെ എപ്പോഴും വളരെ സുപരിചിതമായിട്ടുള്ളത് ആ ഒരു ഇന്ത്യൻ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ്, അല്ലെങ്കിൽ പിന്നെ ഒതൻറ്റിക് ആയിട്ടുള്ള ചൈനീസ് ഫ്രൈഡ് റൈസ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ഒരു ഇതിനെ പ്രിപ്പയർ ചെയ്തേക്കുന്ന ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ്. അതിൻ്റെ ടേസ്റ്റും വളരെ വ്യത്യസ്തമാണ് ഈ ഒരു മലേഷ്യൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇനി ഈ ഒരു ഷ്രെഡഡ് ബീഫ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കട്ടെ. ഇതൊരു ക്ലാസിക് ഐറ്റമാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആണ്. ഓവർ സ്പൈസി അല്ല, ഞാൻ പ്രതീക്ഷിച്ച അത്രയും സ്പൈസി ഒന്നും അല്ല. പക്ഷേ നല്ല ബീഫൊക്കെ നല്ല രീതിയിൽ ആ ഒരു വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ്. അപ്പം വളരെ വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു ചിക്കനും കൂടെ കഴിച്ചു നോക്കാം. എക്സ്ട്രാ സ്പൈസിയാണ് കേട്ടോ, നല്ല എരിവുണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചിക്കൻ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ശരിക്കും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കനും ബീഫുമാണ് ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു ടേസ്റ്റ്. എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റി ആണെന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡൈസ്ഡ് ചിക്കൻ ഇൻ പെപ്പർ സോസാണ്. അതിൻ്റെ റീസൺ ഞാൻ ഒരുപാട് എരിവ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഭയങ്കര ഒരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ഡിന്നർ കഴിച്ചതിന് ശേഷം ശിഖ ഇവിടെ ഒരു ഐസ്ക്രീം സോഡയാണ്, സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം സോഡയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു ബ്ലാക്ക് മാജിക് ഡെസേർട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിനകത്ത് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ട്, പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട്, ചോക്ലേറ്റ് സോസ് ഒഴിച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് കേക്ക് ഉണ്ട്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സ്പൈസി ആയിട്ടുള്ള ആ ഒരു ഡിന്നർ കഴിച്ചതിന് ശേഷമേ ഇങ്ങനെ ഒരു ഡെസേർട്ട് കഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു റിലാക്സേഷൻ തോന്നും. എന്ത് തന്നെയാണെങ്കിലും ഒരു സൂപ്പർ ഡിന്നർ തന്നെയായിരുന്നു. അപ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല കിടിലം ആംബിയൻസിൽ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണ് ഈ ഓറിയന്റൽ സ്പൈസ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്, ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫുഡാണ്. ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം പല ടൈപ്പ് ഡിഷസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ വളരെ കുറച്ച് ഡിഷസ് അല്ലേ കാണിച്ചിട്ടുള്ളൂ, പക്ഷെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ഡിഷസ് അവൈലബിൾ ആണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അവരുടെ മെനു കാണുമ്പോൾ തന്നെ ഒരു വൈഡ് സ്പ്രെഡ് മെനു ആണ് അവർക്കുള്ളത്. അപ്പം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു ഈവനിങ് എൻജോയ് ചെയ്ത് തന്നെയാണ് ഫുഡ് കഴിച്ചത്. നിങ്ങൾക്കും ഞങ്ങളുടെ ഈ വീഡിയോ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് തരണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ രാവിലെ 11 മണിക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.